ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ നിങ്ങളുടെ എനർജി എടുത്തു നോക്കാം, എന്താണ് അവസ്ഥ എന്നുള്ളത്. പൈൽ റീഡിംഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, അത് പിന്നെ ഒരു ദിവസം ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ് വ്യൂവേഴ്സ്? ഹെയറോഫൻ വന്നിട്ടുണ്ട്. Five of Cups, Queen of Swords, King of Cups. And viewers in the energy, Hermit, Fool card, Justice, Hanged Man. ഒരു കാർഡും കൂടി, ടു ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജിയാണിത്. പേജ് ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ ലൈഫിൽ ക്ലാരിറ്റി കിട്ടാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിരിക്കാം. ലൈഫിൽ ഒരു ക്ലാരിറ്റി കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഒരു ജസ്റ്റിസ് കിട്ടുന്നില്ല, മെൻ്റൽ ക്ലാരിറ്റി ഇല്ല, ഒരു ട്രൂത്ത് എന്താണെന്ന് അറിയുന്നില്ല, എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സെൽഫ് ലവ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. അവനവൻ്റെ ലൈഫിന് പ്രിയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളെയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഫൈനലി ഒരു ഫ്യൂച്ചർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഫൂൾ കാർഡാണ്. അതായത് നിങ്ങളിപ്പം എന്ത് സിറ്റുവേഷൻ സ്ട്രഗിൾ ചെയ്തോട്ടെ, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലൂടെ മൂവ് ചെയ്തോട്ടെ, അത് ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ല, സെൽഫ് ലവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇല്ല കൺഫ്യൂഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനലി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതായത് റിലേഷൻഷിപ്പിൽ ഇപ്പം റീയൂണിയനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കരിയറിലൊരു ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, അത് ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. ഇപ്പം നിങ്ങളൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഒരു ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ എനർജി ബേസ് ചെയ്തിട്ട് ഇവിടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് ഇപ്പം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സൺ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടുണ്ടാകാം. ആ സമയത്ത് ഈ പേഴ്സൺ നല്ല തന്നെയാണോ, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ പോലത്തെ ഒരു സ്റ്റേജ്. ദാറ്റ് മീൻസ് ചതിച്ചിട്ട് പോയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ അഗെയിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ജോബിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു ഇഷ്ടപ്പെട്ട ജോബും അല്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബൊക്കെ ആണെങ്കിൽ ഏതിൽ നിൽക്കണം, പുതിയതിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇതിൽ തന്നെ സ്റ്റിൽ നിൽക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എന്തോ ഒരു ജഗ്ലിംഗ്, ബാലൻസ് ഇല്ലായ്മ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് സ്ട്രഗ്ലിംഗ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് എന്തായാലും കിട്ടും, ഒരു ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ ഫൈനലി വരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കുള്ള ആക്ഷൻ നിങ്ങൾ തന്നെ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴിയിലേക്ക് നിങ്ങൾ തന്നെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കണം. കാരണം ഇവിടെ ഇതൊരു ഹാങ്ഡ് മാൻ ആണ്, ഒരു തൂങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ എനർജിയാണിത്. അതായത്
തനിക്ക് വരുന്ന പോസിറ്റീവിനെ അല്ലെങ്കിൽ തനിക്ക് വരുന്ന നല്ല കാര്യത്തിനൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു എനർജി ഇപ്പം നിങ്ങൾ വ്യൂവേഴ്സിന് കൂടുതലായിരിക്കും, കാണുന്നവരിൽ പലർക്കും. ഓക്കെ, എല്ലാവരും കാര്യമല്ല പറയുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എടുക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ടാവും. അപ്പം എന്താ, നിങ്ങളൊരു ബ്ലോക്ക് വരുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. നെഗറ്റീവ് ബ്ലോക്ക്സ് ഉണ്ടാവും, പോസിറ്റീവ് ബ്ലോക്ക്സ് ഉണ്ടാവും. അതിൽ നെഗറ്റീവ് നിങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. മേ ബി ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ സക്സസിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എനർജി വരിക. നിങ്ങൾ അതിനെ ഇനിയിപ്പോൾ ഇത് സക്സസ്സിൽ എത്തുന്നില്ലല്ലോ എന്ന് കരുതി അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. മേ ബി അത് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ലെറ്റ് ഗോ ഒക്കെ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത്, അതായത് ലെറ്റ് ഗോ ചെയ്ത് റിലേഷൻഷിപ്പിനെ നേടിയെടുക്കുന്ന ആളുകളുണ്ടാവും, വിട്ടുകൊടുത്ത് നേടിയെടുക്കുന്ന ആളുകളുണ്ടാവും. അതിൻ്റെ ഒരു അറ്റത്ത് സക്സസ്സിൽ എത്താനാവുമ്പോൾ മേ ബി നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ടാവും. മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ അറ്റത്ത് സക്സസ് എത്താനാവുമ്പം അത് നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആണെങ്കിലും, ഇപ്പോൾ ജോലിയിലാണെങ്കിലും ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ സക്സസിൻ്റെ അടുത്ത്, സ്റ്റെബിലിറ്റീൻ്റെ അടുത്ത് എത്താനാകുമ്പം നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു എനർജി. അപ്പം നിങ്ങൾക്കത് ഉണ്ടാകും. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ, നിങ്ങളുടെ ത്യാഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്കുള്ള സക്സസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങളിലേക്കുള്ളതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. മേ ബി ഈ ഒരു സെൽഫ് ലവ് പാത്തിലൂടെ പോവുക, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി സ്വീകരിച്ച് പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് നെഗറ്റീവ് വൈബ്രേഷൻ കൂടുതലായിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു കാർഡ്, ഫസ്റ്റ് വന്ന കാർഡിൻ്റെ കൂടെ വന്നൊരു കാർഡാണ് ഇത്, 5 ഓഫ് കപ്സ് എന്ന കാർഡ്. ഈ ഒരു കാർഡ് നിങ്ങളുടെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു മൈൻഡിനെ കാണിച്ചു തരുന്നതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പം ആരും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. അതായത് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടുണ്ടാവുന്ന സിറ്റുവേഷൻ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം മേ ബി ഫേസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അത് ചില സമയത്ത് നിങ്ങൾക്ക് അതൊരു സ്ട്രഗ്ലിംഗ് ആയിട്ടോ, അല്ലെങ്കിൽ ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഒറ്റയ്ക്കാണല്ലോ ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആരും എനിക്ക് പറയാനില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ കാര്യം ഓപ്പൺ ആയിട്ട് പറയുക എന്നൊക്കെയുള്ള ചില ഒറ്റപ്പെടലുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മലർന്നു കിടക്കുന്ന കപ്പുകളുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ ഇന്ന ആളുകൾ എന്നെ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറകിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഒന്ന് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, മേ ബി അത് ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ മദർ ആയിരിക്കാം, ഫാദർ ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിങ്ങൾ പോലും അത്രയും വാല്യൂ കൊടുക്കാതെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പം ഒരു സ്നേഹിക്കുന്ന, ഏതെങ്കിലും നല്ലോണം സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ പുറകിലുണ്ടായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ പുറകാലെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടാവുക, ചേസിങ് ഒക്കെ നടത്തുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആളുകൾ ബേക്കിലുണ്ട്, നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ കാണാതെ വെറുതെ അലോൺ എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക, ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് വന്നത് ഹെറഫൻ്റ് ആയിരുന്നു. നിങ്ങൾ മാരേജിൻ്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം. ആരുടെങ്കിലും ഒരാളുടെ ഫാമിലി കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലീജിയൻ പ്രോബ്ലം, ഇൻ്റർകാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും, ട്രൂത്ത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് ഫാമിലികളിൽ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പ്രോപ്പറായിട്ടൊരു ആൻസർ കിട്ടിയിട്ടില്ല, ഇപ്പോഴും അത് പെൻഡിങ് ആയി നിൽക്കുകയാണ്, അവിടെ എന്താ തീരുമാനം എന്നറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ആൻസർ കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ സോ നിങ്ങളുടെ എനർജി ഇവിടെ നോക്കുമ്പം ഓൾറെഡി നിങ്ങളുടെ എനർജീൻ്റെ കാര്യം പറഞ്ഞു, കൺഫ്യൂഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, നെഗറ്റീവ് വൈബ്രേഷൻസ് കൂടുതലുള്ള ആളുകളുണ്ട്, ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി കിട്ടാത്ത ആളുകളുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാം തന്നെ ഫൈനലി ഫ്യൂച്ചർ കാർഡായിട്ട് ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്, ഒരു പോസിറ്റീവ് കാർഡാണത്. പക്ഷേ മനസ്സിലാക്കുക, നെഗറ്റീവ് വൈബ്രേഷൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ, ബ്ലോക്ക് ചെയ്യാനുള്ളൊരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യം റെസിസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക, അതുപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, നമ്മുടെ സിറ്റുവേഷൻ ആൻഡ് തോട്ട്സ് ആണ് നോക്കുന്നത്. 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ടു ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾ,
8 of Wands, Page of Cups, ഫൈനലി 10 of Pentacle ആണ്. 3 of Wands ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ 2 of Pentacle വന്നിട്ടുണ്ട്. സെയിം എനർജി ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ, ജഗ്ലിംഗ് പോലുള്ളൊരു അവസ്ഥ. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ എടുക്കുക. അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഓവറായിട്ടുണ്ടാകാം. ദാറ്റ് മീൻസ് ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റിൽ നിലനിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അപാകത, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പോസിറ്റീവ് കാർഡാണിത്. അതായത് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളത്. ആൻഡ് അതുപോലെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇല്ലാത്തതുപോലെയാണ് കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. ഓക്കെ, ഇവിടെ 8 of Wands എന്ന കാർഡ് അഗെയിൻ വന്നിട്ടുണ്ട്. ഇതും ഒരു പോസിറ്റീവ് ഗുഡ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ കാർഡാണ്. അപ്പം ഇവിടെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവില്ലായിരിക്കാം. ഒരു ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്. ഇത് നിങ്ങളുടെ ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തോ ഉള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻസും ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു കൺഫ്യൂഷനാണ്. ഇപ്പുറത്തൊരു സംഭവം, ഇപ്പുറത്ത് നിങ്ങളെയും വെച്ചിട്ട് ഏത് വേണമെന്നുള്ള രീതിയിലൊരു ബാലൻസ് ഇല്ലായ്മ ഉണ്ട്. ആൻഡ് ഇവിടെ 9 of Swords വന്നിട്ടുണ്ട്. വളരെയധികം കുറ്റബോധം വന്ന് ഇരിക്കുന്ന ഒരു പേഴ്സണെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിനെ. മേ ബി നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുക. അതായത് എന്തെങ്കിലും സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടാവുക, നിങ്ങളുടെ ഇടയിൽ പ്രശ്നത്തിൻ്റെ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടാവുക നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം. അപ്പം അവർക്ക് എന്തോ വളരെയധികം കുറ്റബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഉറക്കമില്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ചെയ്യുക, ഒരു ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. മേ ബി ഈ റിഗ്രറ്റ് വന്നതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെ എന്തൊക്കെ അറിയിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഇൻഫർമേഷൻ തരണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഇവിടെ മീറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട്. ഒരു ഡേറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാൾ കാണാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി വരിക, അല്ലെങ്കിൽ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. മെസ്സേജ് ഒരുപാട് നാൾ അയക്കാത്തവരാണെങ്കിൽ മെസ്സേജ് അയക്കുക. എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന് അറിയാനുള്ള അവരുടെ ഒരു ക്യൂരിയോസിറ്റി, അതുപോലെ റിഗ്രറ്റ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി എടുത്ത സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ കോൾ എന്തെങ്കിലും ഈ പേഴ്സൻ്റെ കിട്ടിയിട്ടുണ്ടാകാം. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകാം. ഈ വ്യക്തി നല്ല തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകാം. അപ്പം സെപ്പറേഷനിൽ നിൽക്കുന്ന രണ്ടുപേരുടെ എനർജി തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഇവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് എന്തൊക്കെയാണെങ്കിലും. അപ്പം ഈ നിങ്ങളുടെ ഇടയിൽ റീസൺ ആയിട്ട് കാണിക്കുന്നത് അത് തന്നെയാണ്. ഈ വ്യക്തി ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് തൻ്റെ അവസ്ഥകൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അവരുടെ ചിന്തകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റിഗ്രറ്റാണ് കാണുന്നത്. ഫൈനലി നമുക്ക് 10 of Pentacle എന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഫാമിലി കാർഡാണ്, ഒരു പൂർത്തീകരണത്തിൻ്റെ കാർഡാണ്, പോസിറ്റീവ് കാർഡാണ്. പക്ഷേ ഇത് ഇവരുടെ തോട്ട്സ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി അതവർ ഡ്രീം ചെയ്തിട്ടുണ്ടാകാം. അതവർ ഇപ്പോഴും ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്തെല്ലാം ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി അതവർ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഡ്രീമിനകത്ത് എന്നുള്ളതാണ്. ഓക്കെ, അത് മേ ബി ഇത്രയും നാളും അത് ഷെയർ ചെയ്തിട്ടില്ല, അങ്ങനത്തെ കാര്യമൊന്നും നിങ്ങളുടെ അടുത്ത് ഓപ്പണായി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയും അവരെന്തായാലും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ്, ഏഞ്ചൽ മെസ്സേജ് നോക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പം ഇവിടെ കാണുന്നത് സെപ്പറേഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ഫേസ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഏഞ്ചൽ മെസ്സേജ്.
മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ വന്നിട്ടുണ്ട്, ഇറ്റ്സ് അപ് ടു യു വന്നിട്ടുണ്ട്, റൊമാൻസും വന്നിട്ടുണ്ട്. 3 കാർഡ്സാണ് വന്നിട്ടുള്ളത്, ഏഞ്ചൽ കാർഡ്സ്. ഇവിടെ നിങ്ങളുടെ മെസ്സേജ് നോക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്കുള്ളതാണെന്നുള്ള മെസ്സേജാണ് ആദ്യം തന്നെ കാണുന്നത്. അതായത് ഇപ്പം ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് മേ ബി തിരിച്ച് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തിരിച്ചു വരാൻ പോകുന്നതായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാത്തതും നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കാരണം ഒരാൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരത് അവരുടെ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞ് റിഗ്രറ്റ് ചെയ്ത് വരുന്ന ഒരാൾ എന്ന് പറയുന്നത് ജനുവൻ ആയിരിക്കും എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ജസ്റ്റിസ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾക്കൊരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. മെഡിറ്റേഷൻ ചെയ്യുക, എഗെയിൻ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കുള്ളൊരു ആൻസർ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തന്നെ സ്വയം കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമില്ല. മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് ലവിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ആൻസർ കിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ എന്നുള്ളതാണ്. ആൻഡ് റൊമാൻസ് വന്നിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കിട്ടുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാലം വരാൻ പോകുന്നു, സമയം അനുകൂലമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആൻഡ് നിങ്ങളുടെ എനർജി ആൻഡ് ഗൈഡൻസ്. അപ്പോൾ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.